ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ മുന്നിലോട്ട് വന്നേക്കുന്നത് കേട്ടോ. വൈറലായിട്ടുള്ള എഗ് ഇമാദ് അക്ഷി എന്ന് പറഞ്ഞൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായ ശേഷം ഈ ഒരു അളവിൽ നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുവാണേ. നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഭയങ്കര സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ കുറച്ചിട്ട് ഉണ്ടാക്കണേ. കാരണം മോൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് എരിവ് കുറയ്ക്കുന്നുണ്ട്. അപ്പം മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ഇഷ്ടമായിരിക്കും. എനിക്കിഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 5-6 വെളുത്തുള്ളി മുറിച്ചാണ് കേട്ടോ, ചെറുതായിട്ട്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ നന്നായി വഴണ്ട ശേഷം അതിലേക്ക് 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സീഡൊന്നും ഞാൻ മാറ്റുന്നില്ല കേട്ടോ. അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ്. നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളിടത്ത് അതിൻ്റെ സീഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് എരിവൊക്കെ ഇഷ്ടമാണ്, പക്ഷെ കുഞ്ഞുങ്ങളൊന്നും കഴിക്കൂലല്ലോ. അപ്പം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് സവാളയാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കനം കുറഞ്ഞല്ല കേട്ടോ അരിഞ്ഞേക്കണത്. അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് തന്നെ അരിഞ്ഞേക്കണത്. പിന്നെ ഇത് നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വഴണ്ട് വന്നാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് കപ്പാണ് കേട്ടോ, ഇത്രയും വെള്ളം മതി. നമ്മളിത് സോസ് റെഡിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചത് കൊണ്ട് വേഗം തിളയ്ക്കും കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചീസ് സ്ലൈസ് ഇട്ട് കൊടുക്കുവാണേ. ഒരു 3 ചീസ് സ്ലൈസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3 പേർക്കുള്ളത് ഉണ്ടാക്കണം കേട്ടോ. അതുകൊണ്ട് ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം വരും കേട്ടോ, കുറേ പേർക്ക് ഉണ്ടാക്കുവാണെങ്കിൽ. അപ്പം നമ്മുടെ ചീസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കൂട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. സ്പൈസി ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവർ കുറച്ച് കൂട്ടിയെടുക്കണം കേട്ടോ. ഞാനിവിടെ മോളുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിത് കുറച്ചെടുക്കണം. ഈ ടൈമിലാണ് എൻ്റെ മോൾക്ക് നല്ല പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസൊക്കെ അവസാനമൊന്നും അധികം കാണിച്ചിട്ടില്ല. കട്ട് ചെയ്യണതൊന്നും നമ്മൾ കാണിക്കണില്ല കേട്ടോ. ഇപ്പം നമ്മുടെ സോസ് റെഡിയായി. അത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മളിനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ചീസല്ല കേട്ടോ, ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി മെൽറ്റായി വരട്ടെ. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു 3 മുട്ടയാണേ. നിങ്ങൾക്ക് 4-5 വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 3 എടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കറിയാമല്ലോ നമ്മൾ മുട്ട ഏകദേശം എത്ര മിനിറ്റ് വേണം റെഡിയാക്കാമെന്ന്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. എന്നിട്ട് ഇതിലോട്ട് ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത്, നമ്മുടെ മുട്ടയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സോസാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ച സോസാണ് ഒഴിക്കണത് കേട്ടോ. നമ്മൾ ഈ സോസ് ഒഴിച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അടുപ്പത്ത്. എന്നിട്ട് നമ്മളത് ഒരു ഏകദേശം നല്ല രീതിയിൽ ഈ ഒരു അളവിലൊക്കെ കിട്ടും. കുറച്ച് തണുക്കുമ്പോൾ തന്നെ കുറച്ച് തിക്കാവും കേട്ടോ. അപ്പം നമ്മൾ ഈ 3 മുട്ടയും ഒഴിച്ചുകൊണ്ട് തന്നെ 3 പാർട്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ബ്രെഡിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ. ഞാൻ അവിടെ കാണിക്കാത്തത്, മോൾക്ക് നല്ല പനിയായിരുന്നു ആ ടൈമിൽ. അതുകൊണ്ടാണ് കേട്ടോ ആ ഭാഗമൊന്നും ഞാൻ എടുക്കാതിരുന്നത്. ഞാൻ വേഗം എങ്ങനെയും തീർക്കാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ ഞാൻ നേരെ ഒരു ബൗളിലോട്ട് മാറ്റുമായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് നിങ്ങളെ കാണിച്ചേക്കണത്. എനിക്ക് ബ്രെഡിൻ്റെ കൂടെ കാണിക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എഗ് ഇമാദ് അക്ഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ കുറച്ച് കൊടുക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ബൈ.